ഇന്ന് ഗോവയിലെ മൂന്നാം ദിനമാണ്. കുളിയും കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുകയാണ് ഞങ്ങൾ. പ്രാതലും അത്താഴവും ഞങ്ങളുടെ ടൂർ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. മഴ പെയ്ത് കുളമായി കിടക്കുകയാണിപ്പോൾ ഇവിടെ. ഗോവയിലേക്ക് വരുന്ന മലയാളികൾക്കുവേണ്ടി ടൂർ ഏജൻസികൾ കോർഡിനേറ്റ് ചെയ്ത് ഫുഡ് ഇവിടെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പല വിഭവങ്ങൾ ഉണ്ട്. ഇഷ്ടമുള്ളത് വേണ്ടത്ര കഴിക്കാം. എല്ലാവരും ഫുഡ് ആസ്വദിച്ചു കഴിക്കുന്നുണ്ട് ഗൈസ്. ഇനി ഞാനും കഴിക്കട്ടെ. ഇവിടെ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള വഗേറ്റർ ബീച്ചിലോട്ടാണ് ഇന്നത്തെ ആദ്യ യാത്ര. അധികം തിരക്കൊന്നുമില്ലാത്ത ചെറിയൊരു ബീച്ചാണ് ഇവിടെ. ഡെൽവിൻ അവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ മുൻപേ നടന്നു. നല്ല സുന്ദരമായ വൃത്തിയുള്ള ചെറിയൊരു ബീച്ച്. എന്തോ കണ്ട സന്തോഷത്തിലാണ് ഗിരീഷ്. അങ്ങകലെ മുകളിൽ കാണുന്നതാണെന്ന് നിരവധി സിനിമകളിലെ ലൊക്കേഷനായ ചപ്പോറ ഫോർട്ട്. ഡെൽവിൻ ഒഴികെ ബാക്കി എല്ലാം കുറച്ചു മസിൽ പിടിച്ചാണ് നടക്കുന്നത്. അത് ഈ ഓടി വരുന്ന മദാമ്മയെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. പുള്ളിക്കാരി നോൺ സ്റ്റോപ്പ് ആയി ബീച്ച് മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദേശികളെ കൂടാതെ ഇങ്ങനെയും ചിലർ വെയിൽ കായാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചുനേരം കൂടി വായ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നു. ബീച്ച് മൊത്തത്തിൽ കൊള്ളാം. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കല്ലിടുക്കുണ്ട്. അവിടേക്ക് ചുമ്മാ നടക്കുകയാണ് ഞങ്ങൾ. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരു റീലും ചിത്രീകരിച്ചു. ഇനി അല്പസമയം റെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ചപ്പോറ ഫോർട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോവ കാണാൻ വരുന്നവരെല്ലാം ഇവിടെ സന്ദർശിക്കാതിരിക്കില്ല. സ്കൂട്ടർ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഞങ്ങൾ. ഗോവയിൽ എല്ലായിടത്തും പാർക്കിംഗ് ഫീസ് 100 രൂപയാണ്. വിചാരിച്ച പോലെയല്ല. കുറച്ച് അധികം സ്റ്റെപ്പുകൾ നടന്ന് കയറാൻ ഉണ്ട്. 2001 ഇറങ്ങിയ അമീർ ഖാന്റെ സൂപ്പർ ഹിറ്റ് സിനിമ ദിൽ ചാഹ്താ ഹേ ഇറങ്ങിയതിനു ശേഷമാണ് ചപ്പോറ ഫോർട്ട് ഇത്രയ്ക്കും ഫേമസ് ആയത്. അതിനുശേഷം ഗോവ കാണാൻ വരുന്ന എല്ലാവർക്കും ഇതൊരു മസ്റ്റ് വിസിറ്റിംഗ് സ്പോട്ടായി മാറി. പിന്നീട് ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം മൂവീസായ ആനന്ദത്തിലും പാച്ചുവും അത്ഭുതവിളക്കിലുമൊക്കെ ചപ്പോറയെ നന്നായി കാണിക്കുന്നുണ്ട്. ആളുകൾ ഫോട്ടോ എടുക്കുന്ന സ്പോട്ടിലേക്ക് ഞങ്ങളും നടന്നു. സിനിമയിലെ പോലെ ഇവിടെ മതിലിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ വരുന്ന നോർത്ത് ഇന്ത്യൻസിന്റെ മെയിൻ ലക്ഷ്യം. നൈസ് വ്യൂ ആണ് ഇവിടെ നിന്ന് ഗൈസ്. നേരത്തെ ഞങ്ങൾ അലഞ്ഞു നടന്ന വഗേറ്റർ ബീച്ച് ആണ് ആ കാണുന്നത്. അവിടെ വെച്ച് കണ്ട മദാമ്മ ഇപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ല എന്ന് ബേസിൽ പറഞ്ഞെങ്കിലും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഗൈസ്. ഫോർട്ടിന്റെ വലത്തേയറ്റത്ത് ഇങ്ങനെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. അതുവഴി താഴത്തേക്ക് ഇറങ്ങി നോക്കാമെന്ന് ഡെൽവിൻ പറഞ്ഞെങ്കിലും എന്റേന്ന് നല്ല പൊളിച്ച തെറി കേട്ടപ്പോൾ ആൾ പെട്ടെന്ന് തിരികെ പോന്നു. നേരം 11 മണി കഴിഞ്ഞു. ചപ്പോറ ഫോർട്ടിന്റെ കാഴ്ചകൾക്കു ശേഷം ഞങ്ങൾ ഇനി പോകുന്നത് അഞ്ജൂന ബീച്ചിലേക്കാണ്. അഞ്ജൂന ബീച്ചിൽ റെസ്റ്റോറന്റുകളും ബാറുകളും കടലിനോട് ചേർന്നാണ് പണിതിരിക്കുന്നത്. കടൽക്കാറ്റ് കൊണ്ട് 2 എണ്ണം അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടം. KFCയിൽ കയറി ബർഗറും ചിക്കനും കഴിച്ച ശേഷം റൂമിലോട്ട് വിശ്രമിക്കാൻ പോവുകയാണ് ഞങ്ങൾ. ഇനി വെയിലാറിയിട്ടേ എങ്ങോട്ടുമുള്ളൂ. അതുവരെ കുറച്ചുനേരം ചീട്ടുകളി, മിനിമിൽഷ്യ, പിന്നെ ഉറക്കം. നേരം 5 മണിയായി. ഇനി നേരെ പോകുന്നത് ഇന്ത്യയിലെ തന്നെ എന്റർടൈൻമെന്റിന്റെ ക്യാപിറ്റൽ ബീച്ചായ ബാഗയിലോട്ടാണ്. ഗിരീഷിന്റെ ഗൂഗിൾ മാപ്പ് പണി തന്നു. റോഡ് ക്ലോസ്ഡ് ആണ്. ആരും പേടിക്കേണ്ട, എനിക്കൊരു ഷോർട്ട് കട്ട് അറിയാമെന്ന് ബേസിൽ പറയുന്നുണ്ട്. ഗെയ്സ്, ഇതാണ് ആ ഷോർട്ട് കട്ട്. എന്താലേ? ഇതാണ് ബാഗ ബീച്ച് എൻട്രൻസ്. പീക്ക് ടൈമാണ്. ഇന്നത്തെ ദിവസത്തിനായി ബാഗയിലെ തെരുവും തീരങ്ങളുമെല്ലാം സജീവമായിരിക്കുന്നു. സൂര്യൻ ചക്രവാളത്തിലേക്ക് മറയാൻ ഒരുങ്ങുകയാണ്. ഷാക്കുകൾ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജോലിക്കാർ. എന്റെ ലൈഫിൽ ആദ്യമായാണ് ഇത്രയധികം ആളുകളെ ഒരു ബീച്ചിൽ വെച്ച് കാണുന്നത്. ആഴം കുറഞ്ഞ ബീച്ച് ആയതുകൊണ്ട് അങ്ങ് അകലെ വരെ ആളുകൾ നടന്നു പോകുന്നുണ്ട്. ജനസാഗരങ്ങളാണ് ഇവിടെ. ഈ തീരം പിടിച്ച് അങ്ങറ്റം വരെ, കലങ്കുട്ട ബീച്ച് വരെ നിറയെ ഷാക്കുകളാണ്. ഷാക്കുകളിലെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കാം എന്നാണ് വിനയ് പറയുന്നത്. റേറ്റ് കുറവായിട്ടുള്ളത് കണ്ടുപിടിക്കണം. നേരം ഇരുട്ടായതോടുകൂടി വെള്ളത്തിലിറങ്ങിയവരെ എല്ലാം തിരിച്ചു വിളിക്കുന്നുണ്ട് പോലീസ്.
നേരം ഇരുട്ടിയതോടെ ഷാക്കുകളെല്ലാം കളർഫുൾ ആയിരിക്കുന്നു. എല്ലാം ഓപ്പൺ ആകുന്നേയുള്ളൂ. ഷാക്കുകളിൽ കയറാനായിരുന്നു പ്ലാൻ. എന്നാൽ അവിടത്തെ ഡേറ്റ് കേട്ടപ്പോൾ തന്നെ ആ പ്ലാൻ ഞങ്ങൾ മാറ്റി. ഇനി നല്ലൊരു പബ്ബ് കണ്ടെത്തുക തന്നെ. ബാഗയിലെ പബ്ബുകളുടെ സ്ട്രീറ്റാണിത്. ഇതാണ് ഗോവയുടെ യഥാർത്ഥ വൈബ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാട്ടിൽ ജീവിക്കുന്ന ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർഗ്ഗഭൂമിയാണ് ഗൈസ്. കാഴ്ചകൾ കണ്ടു നടന്ന് ഏത് പബ്ബ് സെലക്ട് ചെയ്യണമെന്ന് ഇപ്പോൾ ഡൗട്ടായി. യുവാക്കൾ തലങ്ങും വിലങ്ങും ഒഴുകുകയാണ്. സുന്ദരികളായ ഒരുപാട് യുവതികൾ പബ്ബുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് മാടി വിളിക്കുന്നുണ്ട്. 1000 തൊട്ടങ്ങ് മുകളിലോട്ടാണ് പെർ ഹെഡിന് റൈറ്റ് വരുന്നത്. ഇതിൽ ഡ്രിങ്ക്സും ഇൻക്ലൂഡഡ് ആണ്. ഇനിയും ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഏതില്ലെങ്കിലും ഒന്നിൽ കയറണം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ ദാ ഈ കാണുന്ന ഇവിടെ തന്നെ ഞങ്ങൾ കയറി. ഇനി മൊത്തം ചില്ലും. ക്ഷീണമെല്ലാം മാറി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടുകൂടി ഞങ്ങൾ ഷോപ്പിങ്ങിനായി ഇറങ്ങി. ഇന്നത്തോടുകൂടി ഗോവയോട് വിട പറയുകയാണ് ഞങ്ങൾ. നേരം ഇപ്പോൾ 1 മണിയായി. അഖിലിന്റെ നിർദ്ദേശപ്രകാരം വെച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി മസാലദോശ കഴിച്ചു. ഇനി റെന്റ് സ്കൂട്ടറുകൾ തിരിച്ചു കൊടുത്ത് ഗോവയോട് പൂർണ്ണമായി വിട പറയുകയാണ് ഞങ്ങൾ. ടിവിൻ സ്റ്റേഷനിൽ നിന്ന് നാളേക്ക് പുറപ്പെടുന്ന മംഗള ലക്ഷദ്വീപ് ട്രെയിനാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. നാളെ ഞായറാഴ്ചയാണ്. ട്രെയിൻ 6:10 തൃശ്ശൂരിൽ എത്തും. വിശ്രമിക്കാനുള്ള ടൈമുണ്ട്. ചിരിയും സന്തോഷവുമൊക്കെ എല്ലാവരുടെയും മുഖത്തുനിന്നും മാഞ്ഞിരിക്കുന്നു. 4:45 കൂടി ട്രെയിൻ എത്തി. ഞങ്ങളുടെ ഒപ്പം കാസർഗോഡ് വരെ 2 ഉമ്മുമ്മന്മാരാണ് ഉള്ളത്. അതിന്റെ നിരാശയിലാണ് വിനയ് ഇരിക്കുന്നത്. ഇത്രയും നീളമേറിയ തുരങ്കപാതയിലൂടെ ഞാൻ ആദ്യമായാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ട്രെയിൻ മഡ്ഗോൺ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഞാനും അഖിലും പോയി രാത്രിയിലേക്കുള്ള പഴവും ബ്രെഡും വാങ്ങിയിരുന്നു. കഴിഞ്ഞ 4-5 ദിവസങ്ങൾ എങ്ങനെ ഇത്രയും പെട്ടെന്ന് കടന്നുപോയി എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഉറക്കം വരുന്നുണ്ട്. ഇനി തിരികെ വടക്കുംനാഥന്റെ നാട്ടിലേക്ക്.